ഇവിടെ തൃശ്ശൂരിൽ റെയിൽവേ സ്റ്റേഷന് സമീപമുണ്ടായ തീപിടുത്തത്തിന്റെ ആദ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ കാണുന്നത്. വൈദ്യുതി ലൈനിൽ നിന്നുണ്ടായ സ്പാർക്ക് ബൈക്കിൽ വീണാണ് തീപിടുത്തമുണ്ടായതെന്നാണ് ആദ്യം തീപിടുത്തം കണ്ടയാൾ പറഞ്ഞിരിക്കുന്നത്. ബൈക്ക് അവിടെ വെച്ചിട്ട് തിരിച്ചു വരുമ്പോ ചെറുതായി പുക പോണ്ടായിരുന്നു. ആ കാണുന്ന കുറ്റീരെ മുകളിൽ നിന്ന് സ്പാർക്ക് വീണതാ. എന്നിട്ട് അവിടെ ഒരു ഗ്ലാമർ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ബൈക്കിന്റെ കോട്ടുമിക്ക് തീ വീണിട്ട് അതുമെന്നാണ് സ്പ്രെഡ് ആയത്. വണ്ടിയുടെ കവറില്ലേ പോളിത്തീന്റെ, ആ കവറുമെന്നാണ് തീ പിടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അവിടെ ആകെ കൂടിയിട്ട് ഒരു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ നനയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ബക്കറ്റിൽ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് കെട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ആകെ കൂടി ഉണ്ടായിരുന്നത് ഒരു പഴയ ഒരു എക്സ്റ്റിങ്ക്യൂഷറാ. ആകെ കൂടി ഒരെണ്ണം ഉണ്ടായിരുന്നു. 500 വണ്ടി ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. പൊടി പിടിച്ചിട്ടുള്ള ഡേറ്റ് കഴിയാറിയ ഒരു സാധനം. അത് വെച്ചിട്ട് അടിച്ചിട്ട് സാധനം കേടുണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നു മിനറൽ വാട്ടറിന്റെ ക്യാന. അത് വെച്ച് അടയ്ക്കുമ്പോഴേക്കും പിന്നെ ഞങ്ങൾക്ക് പേടിയായി. എന്ന് വെച്ചാൽ അതുമൊന്ന് തീ കൂടിക്കൊണ്ടിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ വണ്ടി അടക്കമെല്ലാം. മന്ത്രി കെ രാജൻ സ്ഥലം സന്ദർശിച്ചു. അടിയന്തര റിപ്പോർട്ട് തേടിയതായി റവന്യൂ മന്ത്രി പറഞ്ഞു. 500-ലധികം ബൈക്കുകൾ പൂർണ്ണമായും കത്തിനശിച്ചു എന്നതാണ് പ്രാഥമിക വിവരം. ലക്ഷങ്ങളുടെ നാശമാണ് കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. റെയിൽവേയുമായി ബന്ധപ്പെട്ട്, ഇവിടുത്തെ കൺട്രോൾ യൂണിറ്റുമായി ബന്ധപ്പെട്ട്, ഇലക്ട്രിക് വെഹിക്കിളുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുമാകാം. തൽക്കാലം പ്രാഥമികമായി ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകാൻ ജില്ലാ പോലീസ് കമ്മീഷണറോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പോലീസ് എന്നുള്ള നിലവാരത്തിൽ മാത്രമല്ല, ഫോറൻസിക് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രാഥമികമായ ഒരു റിപ്പോർട്ട് തരാൻ കമ്മീഷണറോട് ആവശ്യപ്പെടുകയും കളക്ടറോട് ആ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇത് ഒരു നേരത്തെ കോൺട്രാക്റ്റ് നൽകിയിട്ടുള്ള ഒരു പാർക്കിംഗ് പ്ലേസാണ്. അപ്പം അതിലിനി ഇൻഷുറൻസ് മറ്റു കാര്യങ്ങളൊക്കെ അവരോട് കൂടി ചോദിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കുള്ളൂ. എന്തായാലും ഇതൊരു ഗൗരവമായിട്ടുള്ള സൂചനയാണ്. ജെയ്സൺ ചാവളപ്പിൽ ചേരുന്നുണ്ട്. ജെയ്സൺ ചാവളപ്പിൽ റവന്യൂ വകുപ്പ് മന്ത്രി അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു. ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. തീ പടർന്നത് എങ്ങനെയാണ് എന്നതിന് ദൃക്സാക്ഷികൾ ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. അത് നമുക്ക് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയുമല്ലോ അല്ലേ ജെയ്സൺ? അരുൺകുമാർ, ഈ സംഭവം ഉണ്ടാകുന്ന മുഴുവൻ സമയവും തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന 2 പേരാണ്. ഒന്ന് ആനന്ദ് വാഹനം വെക്കാൻ വന്നതാണ്. മറ്റൊന്ന് മല്ലിക ചേച്ചി ഇവിടെ കെയർ ടേക്കറായിരുന്നു. ആദ്യം മല്ലിക ചേച്ചിയോട് ചോദിക്കാം, എന്താ സംഭവിച്ചത് തുടക്കം മുതൽ? ഒരു ഈ കമ്പി ഉണ്ടല്ലോ, കമ്പിമെന്നാണ് ഒരു തീ വീണത്. പക്ഷെ വീണത് ബൈക്കിൻ്റെ കവറുണ്ടല്ലോ, കവറുമിലേക്കാണ് വീണത്. പക്ഷെ സീറ്റുമിലേക്കാണ് വീണെന്ന് വെച്ചാൽ കത്തില്ല. അപ്പോൾ കവർ പുകയണ കണ്ടപ്പോൾ ഞാൻ ഓടി വന്നപ്പോൾ പുകയുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വെള്ളം എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് നിൽക്കണില്ല. അപ്പോൾ ഈ കുട്ടികളെ കണ്ടപ്പോൾ ഈ കുട്ടികളെ വിളിച്ചു. അപ്പോൾ കുട്ടികൾ അവിടെ തീ കത്തുന്ന ഇതുണ്ടല്ലോ എക്സ്ക്യൂഷൻ, അത് കൊണ്ടിട്ടാക്കി. അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു. ഞാൻ കത്തിയോണ്ട് വെള്ളം ടാങ്ക്, ഞങ്ങളുടെ കുടിവെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ച് കൊടുത്തപ്പോഴേക്കും അത് നിന്നില്ല, ടാങ്ക് പൊട്ടിത്തെറിച്ചു. അതിൻ്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും നിങ്ങൾ രണ്ടും കൂടെ? ഞാനും കൂടാതെ ഒരാളില്ല അവിടെ. സംശയം പൊതുവെ പറയുന്നത് ഒരാളും ഇല്ല. ഞങ്ങൾ വന്നാൽ തന്നെ പുറമെന്ന് ഒരാൾ വന്ന് ഞങ്ങളുടെ പാർക്കിങ്ങിൽ കടത്തില്ല. ഇന്നലെ തന്നെ രാവിലെ ഒരു സംഭവം. എത്ര വണ്ടി ഉണ്ടായിരുന്നു? ഒരു 10-500 വണ്ടി ഉണ്ടാവും. എല്ലാം കത്തിപ്പോയി? എല്ലാം കത്തി. ആ ഭാഗം മാത്രം കത്തിയിട്ടില്ല. ഇന്നലെ ഒരു വയ്യാത്തൊരു കുട്ടി വന്നിട്ട് എന്തെങ്കിലും ചേച്ചിക്ക് പൊള്ളലേക്ക് അങ്ങനെ എന്തെങ്കിലും അതിന്റെ ഇടയിലേക്ക് പോവാ അങ്ങനെ എന്ത്? ചേച്ചിക്കൊന്നും ഇല്ല, ഒന്നും പറ്റില്ല. ഞാൻ പരമാവധി ഞങ്ങൾ നോക്കി കടത്താനായിട്ട്. പക്ഷെ ടാങ്ക് പൊട്ടിത്തെറിച്ചാലാണ് ആകെ പടർന്നു പോയി. ഇതിപ്പോൾ ടാങ്ക് പൊട്ടിത്തെറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വലിയ ദുരന്തം ഒഴിവായി എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ഇതിന് 100 മീറ്റർ അപ്പുറത്താണ് റെയിൽവേ നിരന്തരമായി ട്രെയിനുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഗുഡ്സ് ട്രെയിനോ അല്ലെങ്കിൽ ഓയിലൊക്കെ നിറച്ച ട്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് പറയണ്ട. ഇപ്പോൾ ഇതിൻ്റെ ആദ്യം മുതൽ കെടുത്താൻ ശ്രമിക്കുകയും റെയിൽവേയിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്ന ആനന്ദ് നമ്മോടൊപ്പം ശരിയാണ്. എന്താ ആനന്ദ് ശരിക്കും ആ സമയത്ത്? എനിക്ക് ശരിക്കും 3:45 ട്രെയിൻ. ഞാൻ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ ഈ ചേച്ചി അവിടെ നിന്ന് ഒന്ന് ഓടി വരുമോ, വണ്ടി ഇവിടെ തീ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ വന്നപ്പോൾ ഞാനും ചേച്ചിയും മാത്രം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളപ്പോഴേക്കും അവിടെ ബക്കറ്റിൽ വെള്ളം എടുത്ത് ഒഴിച്ചു. ഒരു ഗ്ലാമർ അല്ലെങ്കിൽ പാഷൻ പ്രോ, ഒരു ബ്ലാക്കും റെഡും കളറും ഒരു ബൈക്കായിരുന്നു. കുറച്ച് പഴയ വണ്ടിയാണ്. അതെ. ആ വണ്ടിയിൽ നിന്നാണ് തീ പിടിച്ചത്. ഞങ്ങൾ വെള്ളം ഒഴിച്ചപ്പോൾ വീണത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വെള്ളം ഒഴിക്കാൻ നോക്കി. പക്ഷേ ആ സമയത്ത് ആകെ കൂടിയിട്ട് മറ്റേ മിനറൽ വാട്ടറിൻ്റെ ക്യാനിൽ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് കെടുത്തണതിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്കും പേടിയായി, തീ കുറച്ച് കൂടി ഇനി അത് പൊട്ടിത്തെറിക്കുമോ എന്നുള്ളത്.
പിന്നെ ആ നേരത്തെ എന്റെ വണ്ടി പോലും എടുക്കാൻ പറ്റിയില്ല, പുറത്തേക്ക് വണ്ടി നശിച്ചു പോയി. ഒന്നും ചെയ്യാൻ ഈ പറ്റില്ല. വാഹനങ്ങൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ സ്വന്തം വണ്ടി കത്തി പോയി. വേണമെങ്കിൽ നിങ്ങളുടെ വണ്ടി രക്ഷിക്കാൻ ആയിരുന്നു കടത്തായിരുന്നു അല്ലേ? ആ സമയത്ത് അതൊന്നും തലയിൽ ഓടില്ലല്ലോ. എന്നിട്ടിപ്പോ നിങ്ങൾ ആരെ അറിയിച്ചു? ഞങ്ങൾ ആദ്യം തന്നെ 112 വിളിച്ചു ഞാൻ. അപ്പോൾ ഒരു ലേഡിയാണ് എടുത്തത്. എന്നിട്ട് പിന്നെ ട്രിവാൻഡ്രത്തേക്കാണ് കണക്ട് ആയത്. ആ സാറ് നമ്പർ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ ഞാൻ തൃശ്ശൂർ ഫയർഫോഴ്സിലേക്ക് വിളിച്ചു. എത്ര മിനിറ്റിനുള്ളിൽ ഇത് മുഴുവൻ കത്തിപ്പടർന്നു? പെട്ടെന്നായിരുന്നു. അതായത് ഒരു വണ്ടി ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു ലൈറ്റർ എടുത്ത് കത്തിച്ച പോലെ ചെറിയൊരു കത്തലുണ്ടായതാ. അതൊന്ന് പിന്നെ ഞങ്ങൾക്ക് എടുത്താൻ പറ്റാണ്ടായി. പിന്നെ തൊട്ടപ്പുറത്തപ്പുറത്ത് അടുപ്പിച്ചല്ലേ വണ്ടികളൊക്കെ ഇരിക്കുന്നത്. പടപടാന്ന് എൻ്റെ അവിടെ കത്തിപ്പോയി എല്ലാ വണ്ടി. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇറങ്ങി ഓടാനേ പറ്റിയിട്ടുണ്ടാവും. എത്ര സമയം കൊണ്ട് ഏകദേശം ഒരു പൂർണ്ണമായി കത്തിയിട്ടുണ്ടാവും? ഒരു 5 മിനിറ്റ്സിന്റെ ഉള്ളിൽ അങ്ങോട്ട് തീ സ്പ്രെഡായി. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഫയർഫോഴ്സ് വരാൻ ഒരു 10 മിനിറ്റ് എടുത്തു. അതിനുള്ളിൽ തന്നെ ഏകദേശം, അതായത് അവിടെ സമീപത്തുള്ള ട്രെയിനുകൾ വല്ല നിർത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു എഞ്ചിൻ ഉണ്ടായിരുന്നു, അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ 2 ട്രെയിൻ പാസ് ചെയ്ത് പോയി. ഞങ്ങളുടെ വണ്ടിയും പോയി, ട്രെയിനും പോയി, ബൈക്കും പോയി. ധനനഷ്ടം. അരുൺകുമാർ, ഇതൊരു ആശ്വാസത്തോടുകൂടി പറയുന്നെങ്കിൽ പോലും വലിയ ദുരന്തം, ഒരു സംശയമില്ല, വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു. അതുണ്ടായില്ല എന്നതാണ് ഏറെ ആശ്വാസം. നാം നേരത്തെ കാണിച്ചാണ് ഈ റെയിൽവേ ട്രാക്കുകളിലെ സ്ഥിതിയൊക്കെ. ഈ പാസഞ്ചർ ട്രെയിനും ഗുഡ്സ് ട്രെയിനൊക്കെ വന്നു നിൽക്കുന്ന പ്രദേശമാണ് ഈ പരിസരം. അവിടെ ആളുകൾ നിൽക്കുന്ന കണ്ടില്ല, 100 കണക്കിന് യാത്രക്കാർ വന്നു നിൽക്കുന്ന സ്ഥലം. ഈ ഭാഗത്തു നിന്ന് പൊട്ടിത്തെറിച്ച് അപ്പുറത്തേക്കാനും വന്നിരുന്നെങ്കിൽ മഹാദുരന്തം സംഭവിക്കുമായിരുന്നു. അതുണ്ടായില്ല. പക്ഷേ മഹാനഷ്ടം, ഞാൻ നേരത്തെ പറഞ്ഞാൽ മഹാനഷ്ടം സംഭവിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇവരൊക്കെ തീക്കെടുത്താൻ ശ്രമിച്ചു, പക്ഷേ അതൊന്നും നടന്നില്ല. നമ്മുടെ ചേച്ചി പറഞ്ഞത് എത്ര ബൈക്കുകൾ കത്തിയെന്നാണ്? ഏകദേശം എത്ര ബൈക്ക് ഉണ്ടായിരുന്നു ചേച്ചി അവിടെ? അറിയോ? ഏകദേശം നിങ്ങളാണല്ലോ, ഏകദേശം ഒരു ധാരണ ഉണ്ടാവില്ല എത്ര ബൈക്ക് വെക്കാൻ കഴിയും ഈ പ്രദേശത്ത്? 1000 ബൈക്കൊക്കെ വെക്കാം. പക്ഷെ ഇന്ന് ഈ മുടക്ക് ദിവസമായി കാരണം അവിടെ നിന്നുള്ള വണ്ടികളൊക്കെ കുറെ എടുത്തു പോയി. പക്ഷെ കൂടുതൽ ഈ ഭാഗത്താണ് വണ്ടികൾ വെക്കുക. ഇത് മൊത്തം എത്ര ദൂരം ഉണ്ടാവും? ഏകദേശം 1/2 കിലോമീറ്റർ ഉണ്ടോ? 100 മീറ്റർ ഒക്കെ കാണൂലേ? അവിടെ നിന്നിട്ട് ഇവിടെ വരെ ഉണ്ടല്ലേ? അപ്പോൾ ഏകദേശം ഇത് മൊത്തം വെക്കുകയാണെങ്കിൽ 1000 ബൈക്ക് വെക്കാം. ഏതായാലും 500-ലധികം ബൈക്കുകൾ ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറച്ച് അറ്റത്ത് മാത്രമാണ് കുറച്ച് തീ പിടിക്കാത്ത ഭാഗമുള്ളൂ. ബാക്കി പ്രധാന ഭാഗങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു. ആ ഇരുമ്പ് ഷീറ്റ് അതിന് മുകളിൽ അമർന്നു കിടന്നു. അസ്ഥിപഞ്ജരമായി മാറിയ ബൈക്കുകളുടെ സ്ഥിതിയാണ്. ആവർത്തിച്ച് പറയുന്നത്, ഒരു മഹാദുരന്തം ഒഴിവായതിൻ്റെ, ഈ പുലർക്കാലത്തിൽ മഹാദുരന്തം ഒഴിവായതിൻ്റെ ആശ്വാസമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം മന്ത്രി രാജൻ അല്പം മുമ്പ് വന്നിരുന്നു. ഇത് സംബന്ധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതിന്റെ കാരണം വ്യക്തമായി പരിശോധിക്കുന്നതിന് വേണ്ടി ഫോറൻസിക് വിഭാഗത്തെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഏതായാലും നാം ഈ കാണുന്ന ഈ പ്രദേശത്ത് നിന്ന് വന്ന സ്പാർക്കാണ്, താഴേക്ക് വന്ന സ്പാർക്ക് ഒരു ബൈക്കിലേക്ക് വീഴുന്നു, അതിൻ്റെ ഷീറ്റിലേക്ക് വരുന്നു, അങ്ങനെ തീ പടരുന്നു. തീ ആദ്യഘട്ടത്തിൽ ഇവർ 2 പേർ കൂടി കെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ആ കെടുത്താൻ കഴിഞ്ഞില്ല, അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും തീ പെട്ടെന്ന് പടരുന്നു. പെട്ടെന്ന് തന്നെ ബൈക്ക്, സ്വാഭാവികമാണ്, പെട്രോൾ ടാങ്കുകൾ നിറഞ്ഞ ബൈക്കുകളാണ്. തീ പടരുന്നതിന് ഒരു കാലതാമസം ഉണ്ടായില്ല. 5 മിനിറ്റിനുള്ളിൽ സമ്പൂർണ്ണമായി ഈ ഭാഗം കത്തി നശിച്ച സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. ഇനി ജേസനും കുറച്ച് റെസ്റ്റ് എടുത്തോളൂ. ജേസൺ രാവിലെ തന്നെ ഓടി എത്തിയതാണ് ഈ തീ പിടിച്ച സ്ഥലത്തേക്ക്. നമ്മൾ ആ തീ പിടിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ആശങ്കയായിരുന്നു. കാര്യം 2ാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ബൈക്ക് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ് തീ പിടിച്ചത്. അതിന് തൊട്ടടുത്തൊരു റെയിൽവേ എഞ്ചിൻ കിടപ്പുണ്ടായിരുന്നു, ട്രെയിൻ എഞ്ചിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ എഞ്ചിൻ്റെ ഇടതുഭാഗത്ത്, അതായത് ലോക്കോ പൈലറ്റ് ഇരിക്കുന്നതല്ല, ഇപ്പുറത്തെ ഭാഗത്ത് തീ പടർന്നു പിടിക്കുകയും അത് ഉരുകിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അല്പം ആശങ്കയുണ്ടായി. മുകളിലെ ഇലക്ട്രിക് ലൈനിൽ നിന്ന് സ്പാർക്ക് താഴേക്ക് വീണ് ബൈക്കിന്റെ കവറിൽ തീ പിടിച്ചു. ആ ബൈക്ക് ഒരു സ്പ്ലെൻഡർ ബൈക്കാണെന്നാണ് അവിടെ ദൃക്സാക്ഷി പറഞ്ഞത്, ഒരു ചുവന്ന ബൈക്ക്. അതിനുശേഷം മറ്റു ബൈക്കുകളിലേക്ക് പകരുകയായിരുന്നു. 500ഓളം ബൈക്കുകളാണ് ആ ഷെഡിൽ ഉണ്ടായിരുന്നതായി പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറെക്കുറെ എല്ലാ ബൈക്കുകളും കത്തി നശിച്ചതായിട്ട് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ കേട്ടേക്ക് ചേച്ചി പറഞ്ഞതിൽ നിന്ന് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് അവിടെ സംഭവിച്ചു പോയത്. ചെയ്യാൻ പറ്റും, ഇങ്ങനെ തീ പടർന്നു പിടിച്ചാൽ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ലല്ലോ. വളരെ പെട്ടെന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അപ്പോഴേക്കും ആ ഷെഡ് തന്നെ അങ്ങ് ഉരുകിയിരുന്ന് താഴേക്ക് പോയി. അതിനുള്ളിലേക്ക് കയറാനോ തീ അണയ്ക്കാനോ ഒന്നും പെട്ടെന്ന് കഴിഞ്ഞില്ല. വളരെ പെട്ടെന്ന് എഞ്ചിൻ്റെ തീ കെടുത്തി. അതിനുശേഷം സിഗ്നൽ റൂമിൻ്റെ തീ, ആ ഭാഗത്തേക്ക് തീ വരുന്നത് അവർ തടഞ്ഞു. പിന്നീടാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമായത്. എന്തായാലും ഇപ്പോൾ ആശങ്ക അകന്നിരിക്കുന്നു. ആർക്കും ആളപായം ഒന്നും തന്നെ ഇല്ല. വലിയ നാശനഷ്ടമുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. 500ഓളം ബൈക്കുകളെന്ന് പറയുമ്പോൾ എല്ലാം നല്ല വിലയുള്ള ബൈക്കുകളൊക്കെയാണ് പലരും ഇരിക്കുന്നത്. എല്ലാം കത്തിപ്പോയി. ബുള്ളറ്റുകളുണ്ട്, ചെറിയ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്, എല്ലാം